ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കൂട് വെക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം കൂടും നമ്മുടെ ഇല്ല അങ്ങായിരിക്കുന്നു. നല്ല ഒഴുക്കുണ്ടോ എനിക്ക്. അപ്പുറം രണ്ട് അമ്മമാർ നിൽപ്പുണ്ട് കേട്ടോ. രാവിലെ എവിടെ പോണ കാര്യമാ പറഞ്ഞ രണ്ടുപേരും കൂടി? ആ മാങ്ങ പെറുക്കാൻ. ആ എന്നോട് ചോദിച്ചത് ഞാനിങ്ങനെ ആളുകളെ നോക്കി കൊടുക്കുക. എല്ലാവർക്കും അവരുടെ വീടുകളിൽ കൊണ്ടു കൊടുക്കണം. എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്ത എനിക്ക് എന്നിട്ട് ജമയ്ക്കൊക്കെ കൊണ്ടുപോകും. ഒന്നുമില്ല, സിലോപ്പി കുഞ്ഞ്. ഒന്നുമില്ല, ഒരു സിലോപ്പി കുഞ്ഞ് മാത്രം. ചെറുതാണോ? ചെറുത്. കഴിഞ്ഞ ദിവസം കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ ചത്തുപോയി. മൊത്തം ചത്തുപോയി. കൂട് താന്നിരിക്കുമല്ലായിരുന്നു. മലയാണോ കൂട്? മാന്തി വെക്കല്ലേ? ഇല്ലില്ല. വല്യമ്മ ചതിക്കല്ലേ. ഇപ്പം കൃഷിയില്ലാത്തതുകൊണ്ട് അവന്മാര് എന്നിട്ടും 2 ദിവസം പറഞ്ഞു വന്നു. ഞാൻ ആളെ കണ്ടില്ല. ആളെ എനിക്കറിയാൻ കഴിയുന്നു. ആ സത്യത്തിൽ ആളെ നിന്നെ അന്നേരം കാണുന്നത്. അന്ന് ആ മീനിട്ട് തന്നിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ണിന് മൂടല് കാരണമേ ആളെ വെച്ചുകൊണ്ടല്ലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ അവളോട് പറഞ്ഞു ഇത് തന്നെ ഒഴുക്കാണ്. നമ്മൾ നടക്കുമല്ലേ, ബക്കറ്റ് പോണ പോക്കുണ്ട്. നമ്മുടെ മോട്ടറിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നതിന് ചിലപ്പം കറി വെക്കാനുള്ള മീൻ എന്തെങ്കിലും കാണും. സിലോപ്പി കുഞ്ഞായിരിക്കും. സിലോപ്പി കുഞ്ഞ് വരാലൊക്കെ ഈ ഇങ്ങനെ സൈഡ് വഴിയേ കയറി വരത്തുള്ളൂ. വരാൽ അപ്പോൾ അതിനകത്ത് ചിലപ്പം നല്ല സിലോപ്പി കുഞ്ഞാ എന്തെങ്കിലും കാണും. കറിക്കുള്ള മീൻ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ മഴ കുറവായിരുന്നു. അത് മഴ കുറവായത് കാരണം മീൻ ഇതിന് ഒരു അനക്കം കാണത്തില്ല, ഒരു ഇളക്കം കാണത്തില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ മീൻ ഇളകുമ്പോഴാണ് വരുന്നത്. നമ്മളെ ഈ തോട്ടിലൊന്നും മഞ്ഞക്കൂരിയൊന്നും കയറി വരത്തില്ല. കാരണം കരവെള്ളം വരുന്നതുകൊണ്ട് ഈ അഴുക്ക് വെള്ളമാണ് ഇറങ്ങി വരുന്നത്. നമ്മുടെ ഒരു കൂടില്ല, അവിടെ ഇരിപ്പുണ്ടേ. നമ്മളീ നടന്നു വരുന്ന അവിടെ ഈ കമ്പ്, മടൽ, എല്ലാ സാധനവും ഈ തോടിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ മറ്റൊരു കൂട്. നോക്കിയേച്ചും ഒരു രക്ഷപ്പാടും കാണുന്നില്ല. ഒന്നും കാണാൻ മേല. രണ്ട് സിലോപ്പി കുഞ്ഞുള്ളൂ. അത് നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കും. ഇന്നലെ ഈ കൂടായിരുന്നു നമുക്ക് എലി വെട്ടിയത് കേട്ടോ. ഓ, ഇത് ഈ കമ്പ് കണ്ട്, ഈ കമ്പ് ഇപ്പം കാലിൽ ഇങ്ങനെ കൊണ്ട് ഈ കൂടെ എങ്ങനെയോ അഴിഞ്ഞു പോയതാണോ അതോ അഴിച്ചാണോ എലി കണ്ടിച്ചാണോ ഒന്നും പറയാനില്ല. എലി കണ്ടിച്ചേട്ടാ. സിലോപ്പിയ അതിനകത്തൊരു സക്കറും ഉണ്ട് കേട്ടോ.
ഇത് ഈ കിടക്കുന്ന സക്കര കണ്ട, പിന്നെ സിലോപ്പി കുഞ്ഞ് പള്ളത്തി, അതിൻ്റെ അത് നോക്കാം. ഇതുകൊണ്ട് സിലോപ്പി കുഞ്ഞ് അപ്പോൾ നമ്മുടെ ഒരു കൂടില്ല അപ്പുറം കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും എടുക്കാം. അപ്പം നമുക്ക് കറിക്കുള്ള എന്തൊക്കെയാലും കിട്ടും. നമ്മൾ പുത്തൊന്നും വലുതേ എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ബാക്കി ചേർന്ന് നമ്മൾ കളയും. അത്യാവശ്യം ഇത്ര വലുതെന്ന് തോന്നുന്നത് മാത്രം. നമ്മളിത് താൽക്കാലികമായിട്ടുണ്ടാക്കിയ കൂടാണ്. കാരണം നമുക്ക് എന്താ പറയുക, മീനൊന്ന് കുടഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 10-40 കൂട് വെച്ചോണ്ടിരുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യമല്ല, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം. അപ്പം നമ്മുടെ കൂടൊക്കെ ഓരോരുത്തർ പെറുക്കിക്കൊണ്ട് പോയി. പിന്നെ 1-2 പേര് ചോദിച്ച് മേടിച്ചവരൊക്കെ ഉണ്ട്. 1-2 പേര് കണ്ടൊക്കെ അപ്പാപ്പി ആ കൂടി ഞാനൊന്ന് എടുത്തോട്ടെ, 2 ദിവസം കഴിയുമ്പോൾ കൊണ്ടുത്തരാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയവരൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്നും കുഴപ്പമില്ല. ഈ ചോദിക്കാതെ വന്നേ ഈ കൂടും പൊക്കി എടുക്കൊണ്ട് പോകണവരുണ്ട്. അപ്പം നമുക്ക് കൂടില്ലായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം പണിയും കുറവായത് കാരണം നമുക്ക് 10 കൂടടിക്കാനുള്ള മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുണ്ടായി. ഇത് വലിയ ഇതില്ല. ഇത് ഒരു 2-3 പ്രാവശ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് വളഞ്ഞ് പിടിച്ച് വരുമ്പോൾ ഈ കൂടൊടിഞ്ഞു പോകും. നമ്മളപ്പം പെട്ടെന്ന് മഴ ആയതുകൊണ്ട് നമ്മുടെ അമൽ ബ്രോയുടെയിൽ ഇരുന്ന നെറ്റായി, ഈ പച്ച നെറ്റ്. അപ്പോൾ അമൽ ബ്രോയോട് ചോദിച്ചപ്പോൾ അമൽ ബ്രോ പറഞ്ഞു അതെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്താണ് നമ്മളിപ്പോൾ 5-8 കൂടടിച്ചത്. ഇതൊരു താൽക്കാലിക കൂടാണ് കേട്ടോ. ചെറിയ ഈ ഒരു മഴ കണ്ടുകൊണ്ട് മാത്രം വെക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ കൂടാണ് നല്ലത്. പക്ഷെ നമുക്കിത് ഒരുപാട് വലിപ്പമാക്കാൻ പറ്റത്തില്ല. ഈ കൂടെ ഒരുപാട് വലിപ്പമാക്കിയ ബലമില്ലാതാകും. ഇപ്പം തന്നെ ഇത് കണ്ടത് എന്താ, ഈ ഒരു ബലമേ ഉള്ളൂ ഈ കൂടിന്. നമ്മൾ കമ്പി വെച്ചടിക്കുന്ന ഇല്ലെങ്കിൽ വാരിക്കൊണ്ടാക്കുവാണെങ്കിലും നല്ല ബലം കിട്ടും. ഇത് ബലം കിട്ടത്തില്ല. അപ്പം നമ്മൾ ഈ കൂടൊക്കെ പണിയാൻ നേരത്ത് ഒരു താൽക്കാലിക ആവശ്യത്തിനാണെങ്കിൽ ഈ നെറ്റ് കൊണ്ടുള്ള കൂട് പ്രയോജനപ്പെടത്തുള്ളൂ.
മറ്റേ കമ്പി കൊണ്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് 2 വർഷം 3 വർഷമൊക്കെ നമുക്ക് ആ കൂട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മൾ കമ്പിയോ വാരിക്കടിച്ച 2-3 വർഷമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഈ കൂടിൻ്റെ അകത്ത് കുപ്പി ഇടുന്ന പരിപാടി ഉണ്ട്. കാരണം നമ്മളും കുട്ടനാട്ടില്ല, നമുക്കറിയാം കൂടിനകത്ത് കുപ്പിയിട്ട നമ്മളിത് ചെറിയ കൂടായതുകൊണ്ട് കൂടിൻ്റെ അകത്ത് കുപ്പിയിട്ട ചെറിയ വെള്ളം എടുക്കുമ്പോൾ തന്നെ വെള്ളം ചെറുതായിട്ടൊന്ന്, അതായത് നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു 3 മണി 4 മണി സമയത്ത് ഏറ്റവും വെള്ളം കൊള്ളുക എന്ന് പറഞ്ഞാൽ വെള്ളം ഈ ഹൈറ്റ് വരെ പൊങ്ങി വരും. വെള്ളം ഒരു 3 മണി 4 മണിയാകുമ്പോൾ ഈ ഹൈറ്റ് വരും. അപ്പം നമുക്ക് ഇങ്ങോട്ട് മേളിലോട്ട് കയറ്റി കൂട് വെക്കാനുള്ള സൗകര്യമില്ല. നമുക്ക് കൂട് വെക്കാനായിട്ട് ഒരു തിട്ടയെന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പം ഇത്രയും വെള്ളം വരാൻ നേരത്ത് നമ്മളൊരു കുപ്പി ഇട്ടാൽ ഈ കൂടങ്ങ് പൊങ്ങിപ്പോരും. അതായത് കൂട് ഇതേ കണക്ക് നിലത്ത് മുട്ടിയിരിക്കത്തില്ല. ഇതിപ്പോൾ നിലത്ത് മുട്ടിയിരിക്കുക കണ്ട. അപ്പോൾ ഇങ്ങനെ സൈഡ് ഒരു കാര്യം വന്നാലും ഇങ്ങനെ കയറിക്കോളും. അപ്പോൾ നമ്മളൊരു കുപ്പി ഇട്ടാൽ ആ കുപ്പിയുടെ ഏറിന് ഇങ്ങനെ കൂട് പൊങ്ങിപ്പോവും. പൊങ്ങിപ്പോയാൽ കാര് കയറത്തില്ല. നമ്മൾ ചെറിയ കൂടായതുകൊണ്ട് ആ കുപ്പി ഇടായിരുന്നു, അല്ലാതെ നമുക്ക് അറിയാൻ മേലാഴികയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതൊരു ചെറിയ കൂടായതുകൊണ്ടാണ് നമ്മൾ കുപ്പി ഇടായിരുന്നു. കുപ്പിയിട്ട കൂട് നിലത്ത് മുട്ടത്തില്ല. നിലത്ത് മുട്ടിയില്ലെങ്കിൽ മീനൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ കാര് ചത്തുപോയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാര് കയറിയ സമയം കുറച്ച് നേരത്തെ കയറിയായിരുന്നു. അതാണ് ഒരു വെളുപ്പിന് സമയം കണ്ടാണ് കാര് കയറിയിരുന്നെങ്കിൽ നമ്മൾ ആ കാര് ചാകത്തില്ലായിരുന്നു. അല്ലാതെ കുപ്പി ഇടായിരുന്നത് നമുക്കില്ല. അവിടെ ഒരു കൂടുകളുണ്ട്, അത് നമുക്ക് നോക്കാം. നമ്മളെ അപ്പുറത്തുനിന്ന് ആ അമ്മച്ച ഒരു കൂട് മാറ്റി വെക്കണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഞാനും ഇളയവള് പോയിട്ട് വന്നപ്പോൾ. അപ്പോൾ ആ കൂടെടുത്ത് മാറ്റി ഇങ്ങോട്ട് വെച്ച കൂടാണ് ഇത്. ഇത് നോക്കിയിട്ടൊന്നും കാണാനില്ല. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമ്മുടെ ഇത് ഇല വന്ന് നാക്കടഞ്ഞ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നാക്കടഞ്ഞ് കിടന്നാൽ തന്നെ മീൻ ചേർത്തില്ല. ഒന്നുമില്ല കേട്ടോ, ഒരു അനക്കം പോലും. പക്ഷെ ഇത് ഈ കൂട്ടത്തിനകത്ത് മീൻ വീഴും. ഒന്നാമത്തെ തന്നെ നമ്മുടെ കാര്യം ഇളകി വരുന്നൊരു പരവന് ഈ കൂട്ടിൽ വീഴും. ഈ കൂടിയിരിക്കുന്ന സ്ഥലമൊന്ന് ഓർത്തു കേട്ടോ. ഒരു ഉദിയുടെ താഴെയാണ്. കാരണം ആ കൂടിരിപ്പ് കുഴപ്പമില്ല. ഒരു നല്ലൊരു കയറ്റമുണ്ട്. ആ കയറ്റത്തിലേക്ക് കയറിയിരിക്കുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു 6-7 മീനെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ചെറുതാണ്.
6, 7, 8, 9, 10 കിലോക്ക് കൊണ്ടാണ് 10 എടുത്തു. അപ്പം നമ്മൾ ഭർത്താവ് ഞങ്ങൾക്ക് ഈ 2 എണ്ണം വീതമുണ്ട്. ഞങ്ങൾക്ക് 5 പേര് അപ്പുറം കൂടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്ന അപ്പോഴാണ് നമ്മളെ സഹോദരങ്ങൾ ഇന്നലെ യാത്ര ചെയ്ത വെള്ളം. അവരെത്ര പേരുണ്ടായിരുന്നു അണ്ണാ 3 പേര്. നമ്മുടെ സഹോദരങ്ങൾ 3 പേര് യാത്ര ചെയ്ത വെള്ളം ഇവിടെ വെച്ച് വെള്ളം മുങ്ങി. 3 പേരും നീന്തി കയറി കേട്ടോ. ആർക്കും അപകടമൊന്നുമില്ല. അണ്ണാ ആർക്കും അപകടമൊന്നുമില്ലല്ലോ. ഉള്ളു. ആ അവര് ഈ ഹൗസ് ബോട്ട് പിടിച്ചിങ്ങോട്ട് പോന്നു. അപ്പൊ ഹൗസ് ബോട്ടിന്റെ തുഴഞ്ഞു വരുമായിരുന്നല്ലേ? ഇഞ്ചൻ നിർത്തി മറ്റേ ഹൗസ് ബോട്ടിന്റെ പട്ടയിലേക്ക് അടുപ്പിച്ച. അപ്പം വെള്ളം താന്നു പോയി. അവര് നീന്തി നേരെ ഇങ്ങോട്ട് കയറി. ഇപ്പം വെള്ളം തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നല്ല ഒഴുക്കായത് കൊണ്ട് വള്ളത്തിന്റെ കാര്യം അങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ രാജുവണ്ട വള്ളമാണ്. രാജുവണ്ണ വീട്ടിലേക്ക് പോയി. നമ്മുടെ ഒരു ഇഞ്ചനും വെള്ളവും കൂടെ പോകുക എന്ന് പറയുമ്പോഴേ നമുക്ക് 75,000 രൂപ 80,000 രൂപ അടുത്ത് മൊത്തം മുതൽ വരും അല്ലാണ്ട്. 80,000 രൂപയുടെ മുതൽ ഒഴുകുക ഇപ്പം ആറ്റിക്കിടന്ന്. അത് എവിടെയാണെന്ന് അറിയാമല്ല. അവരിത് 6-7 പേര് അവിടെ കിടന്ന് തപ്പുന്നുണ്ട്. ഇത് ഇവിടെയും നമ്മുടെ സഹോദരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അത് ഇവരെല്ലാം മുങ്ങിയൊക്കെ വന്നത്. മിനുവണ്ണ എങ്ങനെയുണ്ട് അവിടെ? താഴ്ച എങ്ങനെയുണ്ട് അവിടെ? ഒത്തിരി മുങ്ങി അവിടെ ഉടക്കുന്നിടത്തെല്ലാം മുങ്ങും. അത് ഉടക്കുന്നിടത്ത് ഉടക്കുപോലെയും ഇതൊക്കെ കിടക്കണ്ടില്ല. അവിടുന്ന് വെള്ളം അവിടുന്ന് മാറിയിട്ടുണ്ടല്ലോ. വെള്ളം ഒഴുകി മാറിയിട്ടുണ്ട്. കാരണം നല്ല ഒഴുക്കല്ലേ. അവിടെ കിടക്കുന്ന ആ പച്ചവെള്ളത്തിന്റെ അതേ വലിപ്പം ഇല്ലായിരുന്നു. നമ്മളെല്ലാം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയാൻ പറ്റില്ല കേട്ടോ. അല്ല അവിടെ കിടക്കുന്ന ആ പച്ചവെള്ളത്തിന്റെ അതേ സെയിം വെള്ളം. ഇച്ചിരി പൊക്കമുണ്ട്. അപ്പം വെള്ളം വലുതായിട്ട് പിടിക്കുന്ന ഇഞ്ചൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഫൈബർ വെള്ളത്തിൻ്റെയൊക്കെ 2 തലയിലും മറ്റേ ഈ തെർമോക്കോൾ ടൈറ്റ് ചെയ്താണ് അവർ ഫൈബർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെള്ളം മുങ്ങിപ്പോയാലും പൊങ്ങിക്കിടക്കാൻ വേണ്ടി. അപ്പം ഇഞ്ചനും കൂടെ ഉണ്ട്. അപ്പം ഫൈബർ വെള്ളമൊക്കെ മുങ്ങിപ്പോയാൽ നേരെ ഇങ്ങനെ കുത്തനെ കിടക്കത്തുള്ളൂ. ഇങ്ങനെ കുത്തനെ കിടക്കും. ഇതിപ്പം ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് നല്ല മഴയും ഒഴുക്കും എല്ലാമാണ്. അപ്പം ഇത് ഈ ഭാഗത്തായിട്ടാണ് വെള്ളം മുങ്ങിയത്. അപ്പം നമ്മളിപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് തപ്പുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ അങ്ങോട്ട് മാറിപ്പോൾ ഈ വെള്ളം കിട്ടാതിരിക്കത്തില്ല. വെള്ളം കിട്ടും. അത് ആർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് ഒഴുകി അങ്ങ് വേമ്പനാട്ട് കാര്യം ചെന്ന് കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. ഏതെങ്കിലും ഉടക്കുവരക്കാർക്കോ വീട്ടുകാർക്കോ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളറിയാൻ കണക്ക് തന്നെ ഇല്ല. ആ കടയിൽ കിടക്കുന്ന പോർഷന് കന്നിട്ട ചെട്ടിയിലുള്ള മറ്റേ ആക്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു വെള്ളം. അതിൻ്റെ അകത്ത് കണ്ടോ 10-40,000 രൂപയുടെ ആക്രി സാധനം ഉണ്ടായിരുന്നു. ആ വെള്ളം ഉൾപ്പെടെ അവിടെ മുങ്ങിപ്പോയതാണ്. ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് നേരെ കീഴോട്ട് താന്നു പോയതാണ്. മറ്റേ ഇവിടുത്തെ അണ്ണൻ്റെ വെള്ളം പോയായിരുന്നു. കഴിഞ്ഞ ദിവസം പിള്ളേർ പോയിട്ട് മുങ്ങിപ്പോയിട്ട് എന്നിട്ട് പിള്ളേർ നീന്തി കയറി കേട്ടോ. അപകടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ വെള്ളം മുങ്ങിപ്പോയി. ഇത് അണ്ണനൊക്കെ വീശാൻ പോണ വെള്ളമായിരുന്നു. അപ്പോൾ ആ വീശാൻ പോണ വെള്ളം ഇപ്പോൾ അവരുടെ ആ വെള്ളം പോയപ്പോൾ തന്നെ അവരുടെ പണിയൊക്കെ പോയി. അവരുടെ ഉപജീവന മാർഗം പോലും നടക്കത്തില്ല. നമ്മൾ അമൽ ബ്രോ ഇവിടെ ഉണ്ട് കേട്ടാ. അമൽ ബ്രോ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കും. അമൽ ബ്രോയുടെ കുളത്തിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. നിനക്ക് ഈ ജോസിന്റെ വാട്ടർ ചായ അല്ലാതെ വേറൊന്നും കിട്ടത്തില്ല. അമൽ ബ്രോയുടെ കുളത്ത് വന്നു കേട്ടോ. അപ്പം നമ്മുടെ അമൽ ബ്രോയും വൈഫും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വരാലിട്ട് നോക്കിയാൽ ആ കുളം നിറഞ്ഞ് കവിഞ്ഞ് പോയത് തന്നെ. അപ്പം കൂടിയാ വെള്ളം. ഏത് കുളം? ഇവര് നമ്മളെ നെടുമുടിയിലെ കുളമൊക്കെ നോക്കി വെച്ച് വന്നാ കേട്ടോ. അപ്പോഴേ എന്നെ കണ്ട ഇടയ്ക്ക് വെച്ച്. അപ്പോൾ നമ്മുടെ ഈ വണ്ടേക്കടെ എല്ലാം മീൻ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ.
വരാല് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നെറ്റ് വെച്ചത്. ഈ നെറ്റാണ് നമ്മളെടുത്തുകൊണ്ട് പോയി കൂളടിച്ചത് കേട്ടോ. ഒരു റോള് നമ്മളാ കൊണ്ടുപോയി കൂളടിച്ചത്. ഇത് അമൽ ബ്രോ കുളത്തിൻ്റെ ചുറ്റിനും അടിക്കാൻ വേണ്ടി ഇറക്കി കേട്ടോ. വരാൽ ഇപ്പുറത്ത് വന്ന് കാണുമോടാ. ദീപിടാ പെറുക്കിയിട്ടായിരുന്നു വരാല്. ഇത് ഇപ്പുറത്തോട്ട് ഇറങ്ങും നമ്മുടെ വരാല്. ആ അത് വേണ്ട, നമ്മുടെ വരാല് ഈ വലിപ്പമായ. അപ്പം നീ ഇപ്പം എന്തില്ല ആ ഇല്ല അവിടെ എല്ലാം നിൽക്കണം, അങ്ങോട്ടെല്ലാം നിൽക്കണം. ചില വരാലൊക്കെ കാക്കിലായിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഒരു 100 ഗ്രാം 150 ഗ്രാമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ അമൽ ബ്രോയുടെ 3 കുളത്തിലെ അവസ്ഥ ഇത് തന്നെ കേട്ടോ. വെള്ളം കൂടി കവിഞ്ഞ് മീൻ പുറത്ത് ചാടും. അതിനെ രാവിലെ 2 പേരും കൂടെ ചെന്ന് പെറുക്കി കുളത്തിയിടും. അപ്പം ഇത് തന്നെ ഡെയിലി അവരുടെ 2 പേരുടെയും പരിപാടി. പാതിരപ്പള്ളി കുളത്തിലെ മീൻ ചാടിയില്ലേ, അതും ചാടി നാട്ട്. എടാ എന്നിട്ട് ഞാൻ ചെറുക്കാണ്ടൊക്കെ ചെന്നപ്പോഴേ ചെറുക്കാണ്ട് പോയി നാട്ടുകാരൊക്കെ അത് വരാല് പെറുക്കുമായിരുന്നു പറഞ്ഞു. സഹായിച്ചാ കൊണ്ടുപോയല്ലേ പെറുക്കി ഇടാനായിട്ട്. ആ അപ്പം നമുക്കൊരു 3-4 മാസം കഴിഞ്ഞ് എൻ്റെ കോരി ഒരു 3-4 മാസം കഴിഞ്ഞ് അടിപൊളി ഒരു വേട്ട കാണാം കേട്ടോ. നമ്മളെല്ലാ കുളത്തിലെ മീൻ കോരി. അവൻ വിട്ടേക്കുമല്ലേ, ഞാനും വിട്ടേക്കുമോ. ഓയ് മോനിഷേ പൊക്കോട്ടെ. അമൽ ബ്രോ വിട്ടേക്കുക. നീ വീശാൻ പോകുമ്പോ ഇടയ്ക്ക് വിളിക്ക്. രാത്രി എന്നെ നൈറ്റൊന്നും വിളിക്കണ്ട. ആ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അമൽ ബ്രോയുടെ പുതിയ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതാ കേട്ടോ. അവൻ്റെ കുളത്തിലെ ഒരുപാട്, അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് കാശ് മുടക്കേണ്ടി വന്നു. പെട്ടെന്ന് നെറ്റ് മേടിച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ അതിനുള്ള പണിക്കാർ വേണ്ടേ. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. അപ്പം വേറെ പണിക്കാരൊക്കെ ഉണ്ട് അവിടെ നെറ്റ് എടുപ്പിക്കുക. അതേ കണക്ക് തന്നെ നെടുമുടിയിലെ കുളത്തിലും ഇതേ കണക്ക് കുറേ JCB കൊണ്ട് കട്ട കൂരിയൊക്കെ വെക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവിടെ പിന്നെ കൃഷിയുള്ള പാടത്തിൻ്റെ ചിരക്കായതുകൊണ്ട് വെള്ളം തുറന്നു വിടായിരുന്നു. ഇതുവഴി കവിഞ്ഞ് പോകത്തില്ല. ഇതിപ്പം ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ. നമ്മുടെ വരാലെല്ലാം ഇതുവഴി ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ പോലെ ബൈ ബൈ.